ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ, അതായത് AKPA എന്ന് പറയുന്ന സംഘടനയുടെ ത്രിനേത്ര എന്ന് പറയുന്ന ഒരു എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത്. AKPA എന്ന് പറയുന്ന സംഘടനയ്ക്ക് തന്നെ നേച്ചർ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ യാത്രകളും ബാക്കിയൊക്കെ ചെയ്യുന്ന കുറച്ചും കൂടെ സമൂഹത്തിൽ ഇടപെടുന്ന കുറച്ച് ആളുകളുടെ അത്തരത്തിലുള്ള ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് കൂടിയുണ്ട്. അപ്പോൾ ഇവരുടെ നിരന്തരമായിട്ടുള്ള യാത്രകളിൽ നിന്നും കാഴ്ചകളിൽ നിന്നൊക്കെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ചിത്രങ്ങളാണ് ഇവിടെ ഇന്ന് പ്രദർശിപ്പിക്കുന്നത്. ഏകദേശം 38ഓളം ഫോട്ടോഗ്രാഫർമാരുടെ 38ഓളം ചിത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. കൂട്ടത്തിൽ എൻ്റെ ഒരു ചിത്രമുണ്ട്. എൻ്റെ പേര് ഉബൈദ് എന്നാണ്. ഞാൻ ഗോവയിൽ വെച്ചിട്ട് നല്ല മഴയുള്ളൊരു ദിവസത്തിലാണ് ഒരു ഗോവ യാത്ര ഉണ്ടായിരുന്നത്. 2-3 ദിവസം ഞങ്ങൾ ഗോവയിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ചിത്രം എടുക്കുന്നത്. ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു പള്ളിയുടെ ഉള്ളിൽ നിന്ന് കെട്ടിയിട്ടുള്ള എൻ്റെ ഒരു എന്താ പറയുക, ഒരു നടുമുറ്റത്തേക്ക് മറ്റ് കാര്യങ്ങളൊന്നും വീഴാതിരിക്കാൻ വേണ്ടി കെട്ടിയിട്ടുള്ളൊരു നെറ്റും അതിൻ്റെ അടുത്ത് ചാരി വെച്ചിട്ടുള്ളൊരു കോണിയും ഈ നെറ്റിന് മേലെ വീണിട്ടുള്ള ഒരു കപ്പൊക്കെയാണ് അതിൻ്റെ ആ ചിത്രത്തിലെ പശ്ചാത്തലം. ഇടതുഭാഗത്ത് കുറച്ച് മഴ നമുക്ക് കാണാൻ പറ്റും. എനിക്കത് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നും മഴ നമുക്ക് പ്രളയമാണ്, ബാക്കിയുള്ളതാണ് ഒരുപാട് കാര്യങ്ങളാണ്, സന്തോഷമാണ്. പക്ഷേ വരും കാലത്ത് മഴ എന്ന് പറയുന്നത് ഏത് തരത്തിലൊരു നെറ്റ് വെച്ചോ ഒരു കപ്പ് വെച്ചോ ഒരു കോണി വെച്ച് കയറിയോ പിടിക്കാത്ത അത്ര അകലത്തിലേക്ക് മഴയും പ്രകൃതിയും പുതിയ കാലഘട്ടത്തിൽ ഈ പരിസ്ഥിതിയുടെ പ്രശ്നങ്ങളാലും ബാക്കിയെല്ലായാലും മാറിപ്പോകുന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് എനിക്ക് എൻ്റെ ചിത്രം അവതരിപ്പിക്കാൻ പറ്റുന്നത്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശ്ശൂർ ജില്ല ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, നേച്ചർ ക്ലബ്ബ് അതിൻ്റെ പ്രദർശനമാണ് യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളിവിടെ 10ാമത്തെ എഡിഷനാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു AKPA എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ കീഴിലെ ഒരു ഫോട്ടോഗ്രാഫി കൂട്ടായ്മയാണ് ത്രിനേത്ര എന്ന് പറഞ്ഞൊരു ക്ലബ്ബ്. അതിൽ 72ഓളം മെമ്പർമാരിൽ നിന്ന് ഉള്ളത്. അതിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു 38 പേരുടെ ചിത്രങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഞങ്ങൾ ഇവിടെ ചെയ്യാനായിട്ട് പരമാവധി ശ്രമിച്ചിട്ടുള്ളത്. അതൊക്കെ ജനങ്ങൾ നല്ല രീതിയിൽ തന്നെ ഉൾക്കൊള്ളുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഇപ്പോഴും പരമാവധി ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഫോട്ടോഗ്രാഫിയോട് കൂടുതൽ താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഫോട്ടോഗ്രാഫി ഫീൽഡിലേക്ക് വന്നത്. ഞാൻ പഠിച്ചത് ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് ആണ്. അത് പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് കൂടുതൽ താല്പര്യം ഫോട്ടോഗ്രാഫിയോടായിരുന്നു. കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ 10ാമത്തെ എക്സിബിഷനാണ് ഇപ്പോൾ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 10 എക്സിബിഷനിലും ഞാൻ പാർട്ടിസിപ്പേഷനാണ്. എൻ്റെ ചിത്രങ്ങൾ ഇതിൽ എല്ലാ ദിവസത്തേലും ഞാൻ ചിത്രം നൽകിയിട്ടുണ്ട്. ഞാൻ 40 വർഷമായി ഫോട്ടോഗ്രാഫി ഫീൽഡിൽ തൊഴിൽ ചെയ്യുന്നു. വെഡിങ് ഫോട്ടോഗ്രാഫറാണ്. അതുകൂടാതെ തന്നെ ഞാൻ ഇത്തരത്തിലുള്ള യാത്രകൾ, പല സ്ഥലങ്ങളിലേക്ക് യാത്രകൾ നടത്തിയിട്ടും ഇവിടെ നമുക്ക് ചുറ്റുമുള്ള കുറേ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് അത് എക്സിബിഷനിലേക്ക് അയക്കുകയും അതുകൂടാതെ തന്നെ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും വിൻ ചെയ്തിട്ട് ഒക്കെ ഉള്ളതാണ്. വിനയ സബ്ജക്റ്റ് ആയിട്ടൊന്നും അറിയില്ല. ഓൾഡ് ഗോവ ചർച്ചിലെ ഒരു വരാന്ത, പള്ളിയിലെ 72 പേര് മൊത്തമുണ്ട്. 72 മൊത്തമുള്ളതിൽ 33 ആളുടെ ഫോട്ടോ ആണ് സെലക്ട് ചെയ്യുന്നത്. അതായത് ഒരാൾ 5 ഫോട്ടോ കൊടുക്കുക. ഈ 5 ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ജഡ്ജ്മെൻറ്റ് പാനൽ സെലക്ട് ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരേപോലത്തെ പടങ്ങൾ വരണ്ട എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ അങ്ങനെ ഓരോ പടങ്ങൾ ഓരോ സെക്ഷനായിട്ട് എൻ്റെ ഒരു പടം ഒരു സൂചിപ്പിന്നാണത്. ആ സൂചിപ്പിന് വഴി ഞാൻ അതിന് കുറേ ലൈറ്റപ്പ് ചെയ്തു, അങ്ങനെ സ്പ്രേ ചെയ്തു, അങ്ങനെയുള്ളൊരു സംഭവമാണ് തുറ വെച്ചിട്ടുള്ളത്. എല്ലാവരും ഭയങ്കരമായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞു. ആർക്കും അത് മനസ്സിലായിട്ടില്ല എന്ത് സാധനം. എല്ലാം അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ചെയ്തിങ്ങനെ പോകണം. ആതിര ഇതിവിടെ വന്ന ടോക്ക് എങ്ങനെ സുജിയുടെ സൂചി ഫോട്ടോ അങ്ങനെയാണ്. നമ്മൾ 2 പിന്ന് സൂചി പിന്ന്, അതിന് പിന്നെ ആദ്യം ബാക്ക് ലൈറ്റ് ചെയ്തു, പിന്നെ മുകളിൽ നിന്നൊരു ഫ്ലാഷ് വെച്ചു, അപ്പുറത്തൊരു ഫ്ലാഷ്. ഇവിടെ നിന്ന് നമ്മൾ അതിൻ്റെ മുകളിൽ സ്പ്രേ ചെയ്തു, വെള്ളം സ്പ്രേ ചെയ്തതിന് ശേഷം ഫ്രണ്ടിൽ നിന്നൊരു ഫ്ലാഷ് കൊടുത്തിട്ടുണ്ട്. 3 ഫ്ലാഷ് ഉണ്ട്. ആ ഫ്ലാഷ് കൊടുത്തതിൽ ഈ ഇവിടുന്ന് കൊടുക്കുന്ന ഫ്ലാഷിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പച്ച, മഞ്ഞ, നീല കളറുകൾ പേപ്പറുകൾ കട്ട് ചെയ്ത് വെച്ചിട്ട് അതാണ് അങ്ങോട്ട് ഫയറെടുപ്പിലാണ് ആ വെള്ളത്തിൽ
ആ ഡോട്ട്സ് വന്നത്. എൻ്റെ കാലിൻ്റെ മുകളിൽ ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഞാൻ വീട്ടിലിരിക്കുന്ന അവസരത്തിൽ വൈഫ് എന്നോട് വന്നിട്ട് പറഞ്ഞു അവളെ സാരിയുടെ പ്ലീറ്റ് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പ്ലീറ്റ് ശരിയാക്കി കൊടുക്കുന്ന സമയത്ത് അവളൊരു പിന്ന് തന്നു, ഒരു വലിയ പിന്ന്, ഞാൻ ചെറുതേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ പിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആ പിന്ന് ഞാൻ 2 അവളോട് വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞു. ആ ഫോട്ടോ പിന്നെ അവൾ വരുമ്പോൾ കൊടുന്നു. അത് ഞങ്ങൾ ചെയ്ത് ഓരോന്ന് ചെയ്ത് വീട്ടിലിരിക്കല്ലേ, ഒന്നും ചെയ്യാനൊന്നുമില്ലല്ലോ. അങ്ങനെ 13ാമത്തെ ഫോട്ടോ ആണിത്. ബാക്കിയുള്ളത് മുഴുവൻ ഓരോന്ന് ചെയ്ത് 13ാമത്തെ ഫോട്ടോ ആണത്. അങ്ങനെയാണ് പ്രചോദനം ഉണ്ടായത്. വൈഫ് വഴിയാണ് ആ ഒരു ഫോട്ടോഗ്രാഫിയിലുള്ള പ്രചോദനം ഉണ്ടായത്. എല്ലാം നന്നായിരുന്നു. എല്ലാം ശരിക്കും ഒരു നേച്ചുറൽ നന്നായിട്ടുണ്ട്. ചോദിച്ച് മനസ്സിലാക്കി ഇവിടെ ഇല്ല. അതിപ്പോ ഇങ്ങനെ ഒരു വെള്ളം ഇങ്ങനെ കയറി വന്നിട്ട് ഇങ്ങനെ ഇത് നമ്മുടെ കടലിൽ നന്നായിരുന്നു. കാരണം വെച്ചാൽ നമ്മള് ഇത് ഞാൻ ചോദിച്ചത് ഇത് പല ക്രിയേറ്റ് ചെയ്ത് ഇട്ടതായിരിക്കും. ഫോട്ടോ നേരിട്ട് ഫോട്ടോ അടിപൊളിയുണ്ടായില്ല. അപ്പൊ നേരിട്ട് അവരോട് പറഞ്ഞിട്ട് വരാനായിട്ട് പുള്ളിയുടെ പറഞ്ഞിരിക്കുക ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാണ്. പക്ഷെ ഇത്രയും നല്ല ഫോട്ടോസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. നല്ല അഭിപ്രായമാണ്. ഫോട്ടോ ഇഷ്ടപ്പെടുന്ന ആളാണ്, ഫോട്ടോ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. എക്സ്പെക്ട് ചെയ്യാത്ത ഫോട്ടോസൊക്കെ കണ്ടു. നല്ല വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഒക്കെ നന്നായിരുന്നു.